ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ ഭൂമിയിൽ റോഡ് ഉപരോധിക്കുകയാണ് പ്രദേശവാസികൾ. നടന്നു പോകാൻ പോലും കഴിയാത്ത വിധം റോഡ് ചളികുളമായി എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. സുനിൽ തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിൽ തോമസ്, എന്തിനാണ് വയനാട്ടിലുള്ള ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ അവിടെ അവർക്ക് പുനരധിവാസ പദ്ധതി ടൗൺഷിപ്പ് നിർമ്മാണത്തിനിടയിൽ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്? സിനോജ്, അരുകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് പുനരധിവാസ പദ്ധതിയിലെ നിർമ്മാണങ്ങൾ തകൃതയായി നടക്കുന്നു. പക്ഷേ ഞാൻ നിൽക്കുന്ന ഈ റോഡെന്ന് പറയുന്നത് ഈ പുനരധിവാസ പദ്ധതി മേഖലയിലൂടെ കടന്നു പോകുന്ന റോഡാണ്. പതിറ്റാണ്ടുകളെ ആളുകൾ ഉപയോഗിക്കുന്ന റോഡാണ്. ഈ റോഡിൻ്റെ അവസ്ഥയൊന്ന് കണ്ടു നോക്കൂ. അതായത് നടന്നു പോകാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രയധികം ചെളിയും വെള്ളവും നിറഞ്ഞു കിടക്കുകയാണ്. 100-ലധികം കുടുംബങ്ങൾ ഈ മേഖലയിൽ താമസിക്കുന്നുണ്ട്. പുൽപ്പാറ മേഖലയിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെയുള്ള സ്കൂൾ കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. അങ്ങനെയാണ് ഇപ്പോൾ റോഡ് നാട്ടുകാർ ഉപരോധിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇവിടെ 300ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ. ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഈ പുനരധിവാസം വരുന്നതിനോ അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനോ അവരുടെ ജോലിയോ ഞങ്ങൾ തടസ്സപ്പെടുത്താറില്ല. ഞങ്ങൾ അതിനൊന്നും എതിരല്ല. പക്ഷേ ഈ 300ഓളം കുടുംബങ്ങൾ ജീവിക്കുന്ന ഈ പ്രദേശത്തെ റോഡിൻ്റെ അവസ്ഥ ഇത്. ഒരു കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, സ്കൂൾ ബസ് വരുന്നില്ല, രോഗിയെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ വിളിച്ചാൽ വരുന്നില്ല, ഒരു അത്യാവശ്യ രോഗി വന്നോ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് വിളിച്ചാൽ വരുന്നില്ല. ഈ ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങളൊരു അടിമകളെ പോലെ ജീവിക്കുക. അപ്പം മറ്റുള്ള പ്രവർത്തനം നടക്കുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം. കുടിവെള്ളമായാലും അതുപോലെ തന്നെ ഈ റോഡ് സൗകര്യം, സഞ്ചാര സൗകര്യം തന്നെ ഇവിടെ അങ്ങോട്ട് പള്ളി. നിങ്ങളോട് നോക്കി ഈ കാണുന്ന ചെളിയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു രോഗി അറ്റാക്ക് വന്ന ആ രോഗിനെ ഞങ്ങൾ എടുത്തിട്ടാണ് കൊണ്ടുപോകണം. ഇവരോട് എന്തെങ്കിലും പോയി പറഞ്ഞാൽ ഇവിടെ വില്ലേജ് ഓഫീസർ തൊട്ടിട്ട് സ്പെഷ്യൽ ഓഫീസർ വരെ അത് ആ കുന്നിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ രാവിലെ 8 മണിക്ക് റോഡ് തടഞ്ഞിട്ട് ഞങ്ങൾക്ക് നടക്കാൻ വയ്യായിട്ട് തടഞ്ഞാട്ടോ. ഞങ്ങൾക്ക് പോകാൻ വയ്യ. എത്ര സ്കൂൾ കുട്ടികളൊന്നും സ്കൂളിൽ പോയില്ല. നിങ്ങൾ വിഷ്വൽ ബാക്കിൽ നോക്കിയാൽ കിട്ടും. അത്രയും പിള്ളേരോട് ഇരിക്കണം. ഇതുവരെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. എത്ര തവണ അവരോട് പോയി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളിവിടെ കുറേ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങളൊക്കെ പറയാം ഞങ്ങൾ പുനരധിവാസത്തിനെതിരാണ്. ഞങ്ങളത് തടയാൻ പോയിട്ടില്ല. ഞങ്ങൾ വീട് പണി നടന്നോട്ടെ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് സഞ്ചരിക്കണ്ടേ? നിങ്ങൾ ഈ റോഡ് കണ്ടിട്ട് ഈ വന്ന മീഡിയ ടീമിനെ അറിയാലോ എങ്ങനെ നിങ്ങൾ വന്നതെന്ന്. ഞങ്ങൾ വന്ന സമയത്ത് ആളുകൾ ചെരുപ്പ് ഒരു കൈ പിടിച്ചാണ് വന്നത്. കാരണം ചെരുപ്പിട്ട് വന്നാൽ ചിലപ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അത്തരം ചെളിയുണ്ട്. കാരണം ഈ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ലോറികൾ, മണ്ണുമാന്തി യന്ത്രമൊക്കെ തന്നെ പോകുന്നത് ഈ വഴിയിലൂടെയാണ്. ഒപ്പം മഴയുണ്ട്. മഴയും വലിയ പ്രശ്നമല്ലേ? കൗൺസിലറാണ്. പിന്നെ ടൗൺഷിപ്പിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ എൻ്റെ വാർഡിലുള്ള ആൾക്കാർക്ക് നടന്നു പോകാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വരെ കഴിയാത്തൊരു അവസ്ഥയാണ്. മദ്രസയിലേക്കായാലും സ്കൂളിലേക്കായാലും അംഗൻവാടിയിലേക്കായാലും ഒരു കുട്ടികൾക്കും പോകാനില്ല. വലിയ ആളുകൾക്ക് ജോലിക്ക് വരെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇതിൽ നിന്നൊരു മാറ്റം വേണം. ഞങ്ങൾക്ക് അത്യാവശ്യമായി ഒരു ബദൽ റോഡ് 2 ദിവസത്തിനാണ് ഇവർ ചെയ്തു തരണം. അതിൽ വണ്ടി പോകാൻ പാടില്ല. അവർക്ക് നടന്നു പോകാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണം. നാട്ടുകാർക്ക് പോകാൻ മാത്രമായിട്ട് റോഡ് വേണമെന്ന് ആവശ്യം ഈ പണി തടസ്സപ്പെടുത്തലല്ല. ഞങ്ങൾ അവരുടെ പണി ഇതുവരെ തടസ്സപ്പെടുത്തിയിട്ടില്ല. ഇവിടെ വർക്ക് തുടങ്ങിയിട്ട് 4 മാസത്തിൽ കൂടുതൽ. ഓക്കെ, സിനോജാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ അവരുടെ പ്രദേശവാസികൾക്ക് നടന്നു പോകാൻ യോഗ്യമായൊരു റോഡില്ല എന്നുള്ളതാണ്. ചളികുളമായി കിടക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോഴും പ്രേക്ഷകർക്കറിയാലോ. 100-300 കുടുംബങ്ങളാണ് അപ്പുറത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നടന്നു പോകണ്ടേ? അവരുടെ കുഞ്ഞുങ്ങൾക്ക് പോകണ്ടേ? പ്രായമായവർക്ക് ആശുപത്രിയിൽ പോകണ്ടേ? റോഡും കൂടി നന്നാവണം. അപ്പോൾ റോഡ് കൂടി ഒന്ന് പുനരുദ്ധീകരിക്കാനുള്ള പരിപാടി സർക്കാർ ഏറ്റെടുക്കുക എന്നതാണ്.